അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഡേ ഔട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബർമിംഗ്ഹാമിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല വെയിലായിരുന്നു, നാളെ നല്ല വെയിലാണ്, പക്ഷെ ഇന്ന് ഫുൾ ഡേ മഴയാണ്. ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഫസ്റ്റ് സീ ലൈഫിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ബുൾ റിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, പിന്നെ സെൽഫ് റിച്ചേഴ്സ്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ആക്ച്വലി ഈ ബർമിംഗ്ഹാമിൻ്റെ മെയിൻ അട്രാക്ഷനാണ് കനാൽസ്. ഇവിടെ ലൈഫിൽ പോയില്ല, അവർ ക്ലോസ് ചെയ്യാറായി. അതുകൊണ്ട് അവിടെ കുറച്ച് ടൈം എടുക്കും എല്ലാം നടന്ന് കണ്ടു തരാൻ. അതുകൊണ്ട് വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. എനിക്ക് തോന്നുന്നത് UK തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലൈബ്രറി തോന്നുന്നുണ്ട്, ബർമിംഗ്ഹാം ലൈബ്രറി. സോ ജസ്റ്റ് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. Happy birthday! Enjoy! Welcome!
നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് ഭയങ്കര ഒരു നമ്മൾ ഓപ്പണാണ് നമ്മളോട് കുറച്ചുകൂടി സംസാരിക്കാൻ. അപ്പോൾ നല്ല നല്ല ഇൻട്രാക്ഷൻസും അങ്ങനെ ഇതൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ വേറൊരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ മേ ബി അവരോട് ഞാൻ അത്ര സംസാരിക്കില്ല. അപ്പോൾ മേ ബി എനിക്ക് സർപ്രൈസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾക്ക് ഞാൻ മുന്നേ ഒറ്റയ്ക്ക് പോകുമ്പം സോളോ ഡേറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്നോടിങ്ങനെ വന്നിട്ട് ആൾക്കാർ വന്നിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഷ്വലി ചോദിക്കും. നമ്മളിങ്ങനെ ഒന്ന് പരിഗണിക്കും അവർ ഒറ്റയ്ക്കല്ലേ എന്ന് വെച്ചിട്ട്. ചിലവരൊരു സോറി ഫീലായിരിക്കും, അയ്യോ ഒറ്റയ്ക്കല്ലേ എന്നുള്ളത്. പക്ഷെ ചിലവരിങ്ങനെ ഒറ്റയ്ക്ക് വന്നു, അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ക്യൂരിയസ് ആയിട്ടാവും ചിലവർക്ക് തോന്നുക. അങ്ങനെ അങ്ങനെ കണ്ട മഴ കാരണം മുടിയൊക്കെ ആകെ നനഞ്ഞ് കുളിച്ചിറങ്ങിയ പോലെ ഇപ്പോൾ. ഇനി നെക്സ്റ്റ് പോണത് ഇവിടെ ബുൾ റിങ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത് ഇനി. കാരണം പുറത്തേക്ക് നടക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയാണ്. ഞാൻ മറ്റേ ബുൾ റിങ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നു. അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു ആക്ച്വലി. ബിരിയാണി, പിന്നെ സാലഡ്, പിന്നെ മാംഗോ ലസ്സി ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ ബിരിയാണി അടിപൊളിയായിരുന്നു. അതിൽ ക്രാൻബെറീസൊക്കെ ഇട്ടാൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടാവും, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ സാലഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കുറച്ച് സ്വീറ്റും സ്പൈസി ടേസ്റ്റ് ഒരുമിച്ച് വരുന്ന ഒരു ഇതാണ്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോടിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്താണ് വ്ളോഗ് ചെയ്യണത്, എന്താ യൂട്യൂബറാണോ, ഇങ്ങനെ ഓരോന്നൊന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണതിൻ്റെ ഇടയിൽ കാഷ്വലായിട്ട് എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ കൗണ്ടറിൽ പേ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്നിട്ടിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്ന പയ്യൻ വന്നിട്ട് ഒരു ഡെസേർട്ട്, ഐസ്ക്രീം, പിന്നെ ക്യാൻഡിലൊക്കെ കത്തിച്ച് കൊണ്ടുവന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചിലതിലൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കണതൊക്കെ, പക്ഷെ എനിക്കങ്ങനെ അത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ അതെനിക്ക് മേ ബി ഇനിയും ചെയ്യാൻ മോട്ടിവേഷനായി. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് സംസാരിക്കാൻ ഭയങ്കര ഓപ്പണാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടക്കില്ല. അപ്പോൾ കോൺവെർസേഷൻസ് പെട്ടെന്ന് സ്റ്റാർട്ടാവും. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോയി, പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ജസ്റ്റ് റാൻഡമായി കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ഒരു വൈകിട്ടൊരു 7 മണി 7:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റാർബക്സിൽ വന്നു. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. മഴയൊക്കെ കൊണ്ടുവരണേ, തൊണ്ടൊക്കെ ഒരു മാതിരി എടുക്കും. ഞാനൊരു പംകിൻ സ്പൈസ് ലാറ്റെ വാങ്ങിച്ചു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഈ ബുക്കാണ് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വായിക്കണം. അധികം നേരം ഞാൻ ഇവിടെ ഇരിക്കില്ല. ഒരു ഹാഫ് അവർക്ക് കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ടൈമാകും. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. കൊള്ളാം. സിനമൻ്റെ ടേസ്റ്റുകളുണ്ട്. തൊണ്ടയ്ക്കൊക്കെ ഒരു ഭയങ്കര ആശ്വാസം പോലെ. ലൈറ്റ് ആക്ച്വലി കൊള്ളാതെ മുമ്പത്തന്നെ നല്ല ഭംഗി. അപ്പോൾ ഞാനങ്ങനെ ഒഫീഷ്യലി 27 ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് 27 ആയെന്ന് തോന്നുന്ന പോലുമില്ല. അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. അതിനിപ്പോൾ പണ്ട് ഞാൻ ഈ 27 അല്ലെങ്കിൽ 25 അബവുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ
വലിയ വലിയ ആൾക്കാരാണ്, ആൻറ്റിമാരാണ്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതായി എപ്പോഴാണോ എന്നറിയില്ല, അതൊക്കെ ഒരു പ്രായമാണോ എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെയാണ് ഞാനിന്ന് ഈ വ്ളോഗിൽ കാണിച്ചത്. അപ്പോൾ ബർത്ത്ഡേ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ചിലർ ആൻഷ്യസ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഒറ്റയ്ക്കാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാവരും വരണ്ടേ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ജോലി കിട്ടി ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി, നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നൊരു സെലിബ്രേഷൻ നടത്താനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടാവും, ഒപ്പം ആരും ഉണ്ടായില്ല, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാതെ നമുക്ക് ഒറ്റയ്ക്കാണ് നമ്മളെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക, നമുക്കിഷ്ടപ്പെട്ടത് ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയും. നമ്മളങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. നമ്മൾ ബാക്കിയുള്ളവരും കൂടെ വന്ന് നമ്മുടെ സന്തോഷം കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനപ്പോൾ ഈ ഒരു കുറച്ച് പേജസ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ വിടും. അപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ ടൈം ആവും, ഞാൻ അങ്ങനെ പോവും. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളത് കമൻ്റായിട്ട് എന്നോട് പറയുക. പിന്നെ അടുത്ത വ്ളോഗുകൾ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.